എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാൽ VV Entertainment എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഗ്രാൻഡ് ഐട്ടണാണ്. ഇത് ഗ്രാൻഡ് ആയിട്ട് തന്നെ കോർപ്പറേറ്റ് എഡിഷൻ എന്ന് പറഞ്ഞൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് എഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഏതൊരു വാഹനം എടുത്താൽ തന്നെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറേ വേരിയൻസുകൾ അവർ ഇറക്കാറുണ്ട്. അതിലിപ്പോൾ ഒരു സെക്കൻഡ് വേരിയന്റിലോ തേർഡ് വേരിയന്റിലോ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ശകലം ഒരു പ്രൈസ് വ്യത്യാസം വരുത്തിക്കൊണ്ട് വേരിയൻസുകൾ ഇറക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂട്ടാണ് വീഡിയോ ചെയ്തത്. ആ സമയത്ത് നമ്മൾ സ്കൂട്ട് എന്നൊരു വേരിയന്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പുഷക്കിനകത്ത് വന്നു. അങ്ങനെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു സമയത്ത് മാഗ്ന എന്ന വേരിയന്റിലാണ് നമുക്ക് നിലവിൽ ഈ ഒരു കോർപ്പറേറ്റ് എഡിഷൻ എന്ന വാഹനം നമുക്ക് ലഭിക്കുക. ആ പ്രൈസിനെ കുറിച്ച് നമുക്ക് അറിയണം. അപ്പം നോർമൽ മാഗ്നയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 8,07,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഒരു കോർപ്പറേറ്റ് എഡിഷൻ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8,24,000 രൂപ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോർപ്പറേറ്റ് എഡിഷൻ എന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടും. മാഗ്നയിൽ നിന്ന് എന്താണ് വ്യത്യാസം? അതായത് 17,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 17,000 രൂപ കൊടുക്കുന്നതിന് വേണ്ടുന്ന അക്സസറീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരു ഫാമിലി പർപ്പസിന് പറ്റിയ ഒരു വാഹനമാണ്. ഒരു 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന കസ്റ്റമേഴ്സിന് മികച്ചൊരു വാഹനമായിട്ട് തന്നെ ഇതിനെ ചൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വരാം. എറ എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ, മാഗ്ന എന്നത് സെക്കൻഡ് വേരിയന്റ്, സ്പോർട്സ് എന്നത് തേർഡ് വേരിയന്റ്, ആസ്ത എന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനവുമായിട്ടും നമുക്ക് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് CNG വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഓൾറെഡി നമുക്ക് ഈ കൂടുതൽ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഡിസൈൻ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡിന്റെ പോർഷനിൽ കാണാൻ സാധിക്കും. കാരണം ഈ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഫുഡിന്റെ ലോഗോ വളരെ മനോഹരമായിട്ടും അത്യാവശ്യം വലുപ്പത്തിലും തന്നെ ആ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആ ഒരു ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് നോർമലി വരുന്ന ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് വാഹനം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അത് വരുന്നത്. നമുക്ക് ആ ഒരു കണ്ണ് പോലെ തോന്നിക്കുന്ന ഒക്കെ ഒരു ഡിസൈൻ തന്നെയാണ്, വെള്ളത്തുള്ളി പോലെ തോന്നിയ ആ ഒരു ടൈപ്പ് ഡിസൈൻ ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കുക. അത് ഇപ്പം കമ്പനിയുടെ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പേരുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നെ ടെയിൽ ടിക്കറ്റ് കമ്പനി പ്ലേസ് ചെയ്തു. നമുക്ക് DR നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ DR വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതായത് എന്താ പറയുക, രണ്ടാമത് കൊണ്ടുപോയി ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഗ്രില്ലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ വരുന്നത് ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ കമ്പനി നൽകിയത്. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നിങ്ങൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് തന്നെയാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതേപോലെ തന്നെ ഈ ഒരു DR ഒക്കെ നല്ല രസമുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ മെറ്റീരിയൽ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ കാര്യം നമുക്ക് ഈ ഒരു പോർഷൻ പറയേണ്ടതില്ല. ഇവിടെ തന്നെ നമ്മൾ നേരെ സൈഡിലേക്ക് വരും. അപ്പോൾ സൈഡ് പ്രൊഫൈലേക്ക് നോക്കുന്ന സമയത്ത് എന്താ പറയുക, അത്യാവശ്യം നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ ഒരു ഡിസൈൻ വരുമ്പോൾ നമുക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കോർപ്പറേഷനിലേക്ക് വരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഒരു സ്റ്റൈൽ വീൽസ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊരു അലോയി ആണെന്ന് നമ്മൾ പറയുകയുള്ളൂ. പക്ഷേ ഇതൊരു അലോയി വീലല്ല, ഇതൊരു വീൽ കപ്പാണ് ഇട്ടേക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ് ബ്ലാക്ക് ഫിനിഷിന്റെ കോമ്പിനേഷനാണ് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും. ഇത് എന്താ പറയുക, ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അലോയ് വീല് പോലെ തന്നെ തോന്നി. 15 ഇഞ്ചാണ് ടയർ വരുന്നത്. 775 അപ്പോൾ 60R15 ആണ് ഇതിലൊരു ടയർ പ്രൊഫൈൽ നൽകിയത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കോർപ്പറേഷനിൽ വരുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ നോർമലി വരുന്നൊരു വാഹനമാണ് മാഗ്ന ആണെങ്കിൽ നമുക്ക് വീൽ കപ്പേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊരു മാറ്റമാണ്. അതും അത്യാവശ്യം നമുക്ക് ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബോഡി കളറിലുള്ള മിററാണ് വാഹനം നൽകിയത്. ഫ്രണ്ടിന്റെ പോർഷനിലായിട്ടാണ് ആ ഒരു ടെയിൽ ഇൻഡിക്കേറ്റർ അവർ പ്ലേസ് ചെയ്തത്. ഇനി നമ്മൾ ലെങ്കിലേക്കൊക്കെ ഒന്ന് കടക്കുന്ന സമയത്ത് ഓവറോൾ ലെങ്ക് നോക്കിക്കഴിഞ്ഞാൽ 3715 mm ആണ് ഈ ഒരു വാഹനത്തിന്റെ ലെങ്ക് വരുന്നത്. 1680 mm ഈ ഒരു വാഹനം ലെങ്ക് വരുന്നുണ്ട്. 1520 mm ഹൈറ്റും 2450 mm വീൽ ബേസും 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈൽ പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മോശമല്ലാത്ത രീതിയിൽ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പം വരെ ഗ്ലാസ് ഏരിയയാണ്. കുറച്ചാണ് നോക്കി കഴിഞ്ഞാൽ ബോഡി കളർ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഗ്രാൻഡായിട്ട് GI10 എന്നൊരു ബ്രാൻഡിങ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു കളർ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ സൈഡ് പ്രൊഫൈൽ പറയാനൊന്നും കണ്ടില്ല. നേരെ റിയർ സൈഡിൽ പോകും. അപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ടിപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെയിൽ ലാമ്പിന്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് പെടുക. LED ആണ് ടെയിൽ ലാമ്പ് ഇട്ടത്. ഇതാണ് ജസ്റ്റ് ഞാൻ കത്തിച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു പാറ്റേൺ കൊള്ളാം. പാർക്ക് ഇടുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നൽകുന്നത്. ടെയിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് ടെയിൽ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തത്. നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പായിട്ട് നമുക്ക് തോന്നും. ടോപ്പിലേക്കാണ് ഇത് വർക്കിംഗ് ആയി ജസ്റ്റ് ഡബിൾ പോലെ കൊടുത്തതേ ഉള്ളൂ. ഇതിപ്പോൾ നിലവിൽ വർക്കിംഗ് ആയിരിക്കത്തില്ല. അപ്പോൾ കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു പോർഷനായിട്ട് കമ്പനി പ്ലേസ് ചെയ്തു. ഗ്രാൻഡ് ഐട്ടൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഹ്യൂണ്ടയുടെ ലോഗോ വരുന്നുണ്ട്. നിയോസ് എന്നൊരു ബാഡ്ജിങ് കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട്
എന്താ പറയുക പേരുകൾ, അതായത് ലെറ്ററിങ്ങുകൾ ഈ ഒരു റിയർ പ്രൊഫൈലിലാണ് നൽകിയിട്ടുണ്ട്. സാധാരണ വാഹനങ്ങളൊക്കെ കഴിവത് ഒഴിവാക്കാൻ നോക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം ലെറ്ററിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. റിവേഴ്സ് സെൻസർ വാഹനമാക്കിയിട്ടുണ്ട്. ഒരു 5 നാൾ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ഡീഫോക്കൽ ലൈനോ റിയർ വൈപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നൽകിയിട്ടില്ല. 265 ലിറ്റർ ബോർഡ് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട്. മോശമല്ലാത്തൊരു ബോർഡ് സ്പേസ് വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റിംഗ് ഒന്നുമല്ല, ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെയർ ടയർ ആണ്, ഈ ഒരു പോർഷനിലായിട്ടാണ് കമ്പനി സ്പെയർ ടയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിലൊന്നും പറയാനായിട്ടൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് അകത്തേക്ക് കയറി അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഇനി ജസ്റ്റ് നമുക്ക് അകത്തേക്ക് കയറാം. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനം. നമുക്ക് എക്സ്ട്രാ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം. ഓൾറെഡി സെൻട്രൽ ലോക്ക് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡോർ പാഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. അതേപോലെ മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവർ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്. ഡോർ പാഡിൻ്റെ കളർ തീം നോക്കി കഴിഞ്ഞാൽ 2 കളറിൻ്റെ കോമ്പിനേഷനാണ് ആ ഒരു ഡോർ പാഡിൽ കമ്പനി നൽകിയത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക പോർഷനിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെയൊന്നും ഒരുപാട് കൺട്രോൾസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നൽകിയിട്ടില്ല. ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അത് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ ഡെഡ് പെഡൽ കൂടി നൽകിയിട്ടുണ്ട്. കാല് നമുക്ക് വളരെ കംഫർട്ടായിട്ട് വെക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പോർഷനിലായിട്ടാണ് ഒരു ഫ്യൂസ് ബോക്സ് വരുന്നത്. ബാക്കിയൊക്കെ എന്താണ് ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച് അങ്ങനെയുള്ള ഓപ്ഷൻസ് തന്നെയാണ് ബാക്കിയൊക്കെ അവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു സ്റ്റിയറിംഗിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് ആ ഒരു സ്റ്റിയറിംഗ് വീലിലൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ കൺട്രോൾസും നൽകിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇവിടെ നല്ല ഗ്ലോസി ഫിനിഷ് കൂടി നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ കളർ തീം നോക്കിക്കൂ. കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ഭയങ്കര ഡാർക്കായിട്ടുള്ള കളർ തീമാണ് നൽകിയത്. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് ഫിനിഷാണ് നൽകിയത്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ലൈറ്റ് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഗ്ലോസി പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നൽകിയത്. ഓൾറെഡി ഞാൻ പറഞ്ഞു 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റിയറിംഗിലെ കൺട്രോൾസിൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കിയാൽ ഫുള്ളി ഡിജിറ്റൽ ഒന്നുമല്ല, ചെറിയ ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് മാത്രം അറിയാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വാഹനത്തിൽ വരുന്നത്. ആ ഡോർ തുറന്ന് നടക്കുന്നതൊക്കെ ആ ഒരു പോർഷനിലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ ഒരു കോർപ്പറേറ്റ് എഡിഷൻ ആയതുകൊണ്ട് എക്സ്ട്രാ വരുന്നതാണ്. ഇത് തന്നെ നമുക്ക് എങ്ങനെ പോലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-12,000 രൂപ റേഞ്ചിൽ കോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. എക്സ്ട്രാ ഒരു 17,000 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും. അതേപോലെ എ സിയുടെ കൺട്രോൾസൊക്കെ എ സി വെൻറ്റ് വരുന്നുണ്ട്. എ സിയുടെ കൺട്രോൾസൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് വരുന്നു. മാനുവലി ഉള്ള കൺട്രോൾസാണ് നൽകിയത്. ആ ഒരു സ്വിച്ചിന് ചുറ്റുമായിട്ടും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഒരു ഗ്ലോസി ഫിനിഷ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് കൂടി വരുന്നുണ്ട്. സി ടൈപ്പാണ് അത് നൽകിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. പിന്നെ നമ്മളൊരു സെൻട്രൽ ടണലിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം എന്താ പറയുക കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നു. ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഇവിടെ ആയിട്ട് ശകലം സ്പേസ് ഉണ്ട്. അതായത് ഫോണോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ പറ്റും. ഗ്ലോ ബോക്സ് നമുക്ക് വരുന്നുണ്ട്. കൂളായിട്ടുള്ള ഗ്ലോ ബോക്സോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയത്. സീറ്റിൻ്റെ ആ ഒരു കളർ തീമൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു പ്രീമിയം ഫീൽ തോന്നുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ടോപ്പിലേക്ക് വരാം. മിറർ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ ഒരു പോർഷനായിട്ട് വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മിറർ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ടിക്കൽ ഹോൾഡറുമാണ് നൽകിയതാണ്. സെൻട്രൽ പോർഷനിലായിട്ടാണ് ആ ഒരു ലൈറ്റ് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഇനി റിയർ സീറ്റ്. ഇപ്പോൾ റിയർ സീറ്റിൽ എനിക്ക് 1-2 ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിലിപ്പോൾ നോർമലി കാണിക്കുവാണ്. പവർ വിൻഡോ കൺട്രോളും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അകത്തേക്ക് ഇരിക്കാം. അപ്പോഴും നിങ്ങൾക്ക് നല്ല കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ ഒരു സീറ്റിൻ്റെ പുറകിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക നിങ്ങൾ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ഈ ഒരു സീറ്റിൻ്റെ പുറകിലായിട്ട് നൽകുന്നത്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ സ്കൂപ്പ് രീതിയിലുള്ള ഡിസൈനാണ് ആ ഒരു സീറ്റിന് കമ്പനി നൽകിയിട്ടുള്ളത്. അതും നല്ല രസമുണ്ട്. അതായത് സ്പേസ് മാക്സിമം നമുക്ക് കിട്ടും. കയ്യോ അല്ല കാല് തട്ടുന്ന ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സീറ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് തൈ സപ്പോർട്ട് ഒരു രക്ഷയില്ല. പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റിന്റെ പുറകിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫോണ് അല്ല മാഗസൈൻസ് അതൊക്കെ വെക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ഒരു റിയർ AC. അതൊരു ചെറിയ കാറാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ റിയർ AC വെന്റും അതേപോലെ ഒരു ചാർജിങ് സോക്കറ്റിന് കമ്പനി നൽകി. സെൻട്രൽ ടണലിൽ ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. കൂടാതെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൂടി വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല വരുന്നത്, ഫിക്സഡ് ആയിട്ടുള്ളതാണ്. അത് ഈ കോസ്റ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു AC വെന്റ് ഒക്കെ നൽകിയത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ തൈ
സപ്പോർട്ട് എടുത്ത് പറയണം. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ കേട്ടോ. നല്ല ഈ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് ഉറങ്ങാനൊക്കെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം. ഈ ഒരു സ്കൂപ്പ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കാലും തട്ടും. ഇപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന കുറച്ച് സീറ്റ് ചരിച്ചിട്ടാലും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത്രത്തോളം കംഫർട്ട് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് ഉണ്ടേ നല്ലതായിരുന്നു, അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞതാണ്, നമുക്കത് 6 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സേഫ്റ്റി വൈസ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇനി എഞ്ചിനിലേക്ക് നമുക്കൊന്ന് പോകാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ റൂം ഒന്ന് തുറക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് CNG ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എഞ്ചിൻ റൂം തുറക്കാം. എഞ്ചിൻ തുറന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഈ ഒരു ബമ്പർ എന്നതാണ്, ഈ ഒരു പോർഷൻ വരെ നമുക്ക് ബമ്പർ വരുന്നുണ്ട്. അപ്പം ആ ഒരു ബമ്പറിനുള്ളിൽ തന്നെയാണ് ആ ഒരു ഹ്യൂണ്ടയുടെ ലോഗോ നൽകിയത്. ഹുഡിന്റെ പോർഷനിലായിട്ടല്ല നമുക്ക് ആ ഒരു ലോഗോ നൽകിയിട്ടുള്ളത്. അപ്പോൾ എഞ്ചിനിലേക്ക് ഒരു സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ വരുന്നത് 4 സിലിണ്ടർ ആണ്. ഇതിന്റെ എഞ്ചിൻ നമുക്ക് വരുന്നത് 1.2 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 83 PS 113.8 Nm ടോർക്കുമാണ് വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ ഇൻസുലേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഒരുപാട് സ്പേസ് നമുക്ക് ഈ എഞ്ചിൻ റൂമിൽ അവൈലബിൾ അല്ല. മാക്സിമം സ്പേസ് ഈ ഒരു എഞ്ചിൻ റൂമിൽ കുറച്ചിട്ടുണ്ട്. അതായത് മാക്സിമം സ്പേസ് അകത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പം കണ്ടല്ലോ, ഇത്രയുമാണ് നമുക്ക് ഒരു ഗ്രാൻഡ് ഐറ്റന്റെ ഈ ഒരു കോർപ്പറേറ്റ് എഡിഷന്റെ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ എടുത്തു പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയർ AC വെന്റ് പറയാം, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പറയാം, റിയർ സൈഡിൽ തൈ സപ്പോർട്ട് പറയാൻ പറ്റും, ഫാസ്റ്റ് ചാർജിംഗ് സോക്കറ്റ് വരുന്നുണ്ട്, സ്റ്റൈൽഡ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഇത് VR അല്ല, നമുക്ക് ജസ്റ്റ് പാർക്ക് ഇടുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചാണ് നമുക്ക് ആ ഒരു വെട്ടം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് DR തന്നെയാണ് ഞാൻ തുറക്കുന്ന സമയത്താണ്, പാർക്ക് ഇടുന്ന സമയത്താണ് നമുക്കത് കത്തി കിടക്കുന്നത്. ഒരു പാർക്ക് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. പക്ഷെ അത് രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്, കൊള്ളാം അത് കേട്ടോ. അതായത് ആ ഒരു വൈറ്റ് കളർ കൂടി, അത് വൈറ്റ് ഫിനിഷ്, അതായത് LED ലൈറ്റുകൾ തോന്നുന്നത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൊള്ളാൻ രസം. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഈ ഒരു വാഹനം നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇൻഫോർമേഷൻ സിസ്റ്റം, സ്റ്റൈൽഡ് വീൽസ്, ഇപ്പോൾ DR കൊണ്ടുപോകുന്ന ആ ഒരു ഡിസൈൻ എലമെന്റ്, റിയർ AC വെന്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു വാഹനമാണ്. പ്രൈസ് ഒക്കെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഒരു 60,000 ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. കൂടുതലായിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.